നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം സിതാര മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, ഹിപ്നോട്ടിക് കൗൺസിലർ ആൻഡ് എ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞ ടെക്നിക്സുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിന്യൂറ്റി, തുടർച്ചയായി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക്, കൺസിസ്റ്റൻസിയോടുകൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. വിജയത്തിൻ്റെ ഒരു താക്കോൽ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി, രണ്ടാമത്തത് ബിലീഫ്, മൂന്നാമത്തത് ഹാപ്പിനെസ്, നാലാമത്തത് ആക്ഷൻ. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ, ഏതൊരു മേഖലയിലാണെങ്കിലും. അപ്പോൾ നമ്മളുടെ 28 ഡേ മാജിക് പ്രാക്ടീസിലെ 4ാമത്തെ ദിവസമാണിന്ന്. 3 ടെക്നിക്സുകളും നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു സീരിയസ് ആയിട്ട് ഞാൻ കൊണ്ടുപോകാൻ കാരണം കൺസിസ്റ്റൻസി, കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ സീരിയസ് ആണല്ലോ നല്ലത്, സീരീസ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിയ ശേഷം പ്രാക്ടീസ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ചെയ്യണം, നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ചിലർ ചെയ്തിട്ടുണ്ടാവാം. വിഷൻ ബോർഡ് ടെക്നിക്ക്. വിഷൻ ബോർഡ് ടെക്നിക്ക് എന്താണ്? വിഷൻ ബോർഡ് എന്താണ്? വിഷൻ ബോർഡ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷൻ എന്തൊക്കെയാണ്, നിങ്ങളുടെ വിഷൻ അത് ആ ബോർഡിൽ ഉണ്ടാവും. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, നിങ്ങളുടെ പ്ലാനുകൾ, ജീവിത ലക്ഷ്യങ്ങൾ, ഇതൊക്കെ ഒരു ബോർഡിലേക്ക് പകർത്തി അതവിടെ രൂപകൽപ്പന ചെയ്ത് വെക്കുക. ഇതാണ് വിഷൻ ബോർഡ്. അപ്പോൾ എന്ത് വേണം? അതിന് നമുക്കൊരു ഗോൾ ഉണ്ടാവണം. ആ ഗോൾ എങ്ങനെ നേടാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാനിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ആക്ഷൻ എടുക്കാം എന്നൊരു ധാരണ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു കാര്യം സക്സസ് ആവുകയുള്ളൂ, ഏതൊരു കാര്യവും സക്സസ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് വേണ്ടിയിട്ട് വലിയ എഫേർട്ടൊന്നും എടുക്കണ്ട. ചാർട്ട് പേപ്പറുകൾ ഉണ്ടാവുമല്ലോ, ചാർട്ട് പേപ്പർ. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പലത് എഴുതാനായിട്ട് ചാർട്ട് പേപ്പറുകൾ ഉപയോഗിക്കില്ല, സ്റ്റേഷനറിയിലൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു ചാർട്ട് പേപ്പർ വാങ്ങുക. വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ശേഖരിക്കുക. ചിത്രങ്ങൾ. ഇപ്പം നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്കൊരു യൂണിഫോം ജോലി ആവശ്യമാണെന്ന് വെച്ചോ. ഡോക്ടർ, പോലീസ്, അങ്ങനെ ഒരു യൂണിഫോം ജോബാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ വെട്ടി ഒട്ടിക്കുക. എന്നിട്ട് ചാർട്ട് പേപ്പർ നല്ല മനോഹരമായി നല്ല മാർജിനൊക്കെ വരച്ച് ഈ ചിത്രം വെട്ടി ഒട്ടിച്ച് ആ ചിത്രത്തിൻ്റെ, ഓരോ ചിത്രത്തിൻ്റെ അടിയിലായിട്ട് ചെറിയ, നമ്മൾ അടിക്കുറിപ്പ് എന്നൊക്കെ പറയില്ല, അതുപോലെ ചെറിയ ഒരു ഷോർട്ടായിട്ടുള്ള വരുന്ന, വലിയ സെൻറ്റൻസ് വേണ്ട, ഒരു നിശ്ചിതമായിട്ട് വരുന്ന വാക്കുകൾ എഴുതി ചേർക്കുക. എന്ത്? ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് ലഭിച്ചതിന് നന്ദി എന്നാ ചിത്രത്തിൻ്റെ താഴെ എഴുതി ചേർക്കുക. അതുപോലെ പണം, നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ പണത്തിൻ്റെ ചിത്രം വെട്ടി ഒട്ടിച്ച് അതിൻ്റെ താഴെ എഴുതി ചേർക്കുക. ഞാൻ ആഗ്രഹിച്ച പണം, എത്രയാണ് എമൗണ്ട് കറക്റ്റായിട്ട് എഴുതണേ. വളരെ ക്ലാരിറ്റിയോടെ എഴുതിയാൽ മാത്രമേ നമുക്കിത് നമ്മുടെ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിച്ചെടുക്കാൻ സാധിക്കൂ. അതിന് ക്ലാരിറ്റി അത്യാവശ്യമാണ്. ഞാൻ ആഗ്രഹിച്ച ഇത്ര തുക, ആ തുക എനിക്ക് ലഭിച്ചതിന് നന്ദി. പിന്നെയോ, നിങ്ങൾക്കിപ്പോൾ പുറത്ത് എബ്രോഡ്, പുറത്തേക്കൊക്കെ യാത്രകൾ പോകാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുക, ടൂറ്. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഒരു അമേരിക്കയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വെട്ടി ഒട്ടിച്ചിട്ട് പറയുക, എനിക്ക് അമേരിക്കയിൽ ഇന്ന സ്ഥലത്ത് പോകാൻ സാധിച്ചതിൽ നന്ദി എന്ന് അതിൻ്റെ അടിയിൽ എഴുതി ചേർക്കുക. മനസ്സിലായോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ട അത് ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഒട്ടിക്കാം. കാരണം വിഷൻ ബോർഡാണല്ലോ, അതിൽ നിങ്ങൾ വിഷൻസ് ഉണ്ടാവണം. എന്നിട്ട് ഓരോ ചിത്രങ്ങൾ നോക്കുക. ഇതിങ്ങനെ ഒരു ചാർട്ട് പേപ്പറിൽ വെട്ടി ഒട്ടിക്കുക. ഓക്കെ, ഓരോ ചിത്രങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. നോക്കിയിട്ട് എന്ത് ചെയ്യണം,
ഡെയിലി കാണത്തക്ക വിധത്തിൽ നിങ്ങൾ ഒന്നുകിൽ ബെഡ്റൂമിലെ വാള് ചുമരിലൊട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ സൗകര്യം എന്ന് വെച്ചാൽ എപ്പോഴും കാണണം. ഉറക്കം ഉണർന്നപാടും ഇത് കണ്ടാൽ നല്ലതാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഇത് കണ്ടുകൊണ്ട് കിടക്കണം. കാരണം എന്താണ്? നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇമേജ് ആൻഡ് ഇമോഷനാണ്. അപ്പോൾ ഈ വിഷൻ ബോർഡിലേക്ക് എപ്പോഴും നോക്കി ആ ചിത്രത്തിൽ നിങ്ങൾ ലയിച്ച് ചേർന്ന്, അപ്പോൾ നിങ്ങളെ കണ്ണിൽ എപ്പോഴും നിങ്ങൾക്ക് കാണാൻ ഒരു വിഷ്വലൈസേഷൻ ചെയ്ത എഫക്റ്റ് കിട്ടും വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ. നോക്കി ഇപ്പം ഞാൻ പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആകണമെങ്കിൽ അതിൽ ആ യൂണിഫോം ഇട്ട് വെക്കുന്ന ആ വ്യക്തിയെ നോക്കി ഇത് ഞാനാണ് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ചിത്രത്തിൻ്റെ രൂപത്തിലും ഇമോഷൻ്റെ രൂപത്തിലേക്കും എന്താണോ കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ വരാനുള്ള സാഹചര്യം അത് ഒരുക്കി തന്നേ പറ്റൂ ഉപബോധ മനസ്സിൽ. ആ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിക്കാനാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ടെക്നിക്കും ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുക വിഷൻ ബോർഡ് ടെക്നിക്ക്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ചില കമൻറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാതെ സംശയം ചോദിക്കുന്നവരുണ്ട്. ആ സംശയം കേട്ടാൽ നമുക്കറിയാം ഇവരിത് ഫുൾ കണ്ടിട്ടില്ല, സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് ടെക്നിക്ക് 4ാമത്തെ ദിവസത്തെ നമ്മുടെ 28 മാജിക് പ്രാക്ടീസിൽ നിങ്ങളിത് 28 ഡേയിൽ മാജിക് പ്രാക്ടീസിലെ 4ാമത്തെ ദിവസത്തെ വിഷൻ ബോർഡ് ടെക്നിക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും ലഭിക്കുക. പറയുന്ന കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് എന്തെങ്കിലും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ പരിചയത്തിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണല്ലോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ സിതാര മോഹൻ.